Hello and welcome to Buildon Ideas, Better Ways of Building Your Dream Home. ഞാൻ സിക്സ് സണ്ണി. നമ്മളുടെ മലയാളം നാടിൻ്റെ ഓർമ്മകളും അതുപോലെ ഒരു ഗൃഹാതുരത്വം ഫീൽ ചെയ്യുന്ന വീടുകളും നമ്മളുടെ ഓർമ്മകൾ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള ഇൻറ്റീരിയേഴ്സ് എല്ലാം കാണുമ്പോൾ നമുക്ക് വളരെയധികം ഇഷ്ടമാണ്. അതുപോലെ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു കേരള സ്റ്റൈൽ ട്രഡീഷണൽ എലിവേഷൻ്റെ ഡിസൈൻ വിശേഷങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ വിശേഷങ്ങൾ കൂടുതൽ നോക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ഓടുമേഞ്ഞ മേൽക്കൂരകളും അതുപോലെ നീണ്ടു കിടക്കുന്ന വരാന്തകളും അതിന് ചുറ്റും അതിനിണങ്ങി ചേരുന്ന തിണ്ണകളും അതുപോലെ സൈഡിലുള്ള ഷോ വോള്, വെട്ടുകല്ല് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഷോ വോള്, ഇനി അകത്തേക്ക് കടക്കുമ്പോൾ അതിനകത്ത് ഈട്ടിത്തടി കൊണ്ടുള്ള ഫർണിച്ചർ, അതുപോലെ മരത്തിൻ്റെ ഗോവണി തുടങ്ങിയിട്ടുള്ള ഡിസൈൻ ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല നമ്മൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നോക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മളുടെ ഇപ്പോൾ നിലവിലുള്ള മോഡേൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് രണ്ടും ഇണങ്ങി ചേർന്ന് നല്ല രീതിയിൽ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡിസൈൻ വിശേഷങ്ങൾ കാണുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ പ്ലാൻ ഒന്ന് നോക്കാം. അപ്പോൾ ഈ വീടിൻ്റെ പ്ലാൻ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ 2429 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോർ ഏരിയ 1655 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. ടോട്ടൽ ഏരിയ വരുന്നത് 4084 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിന് കാണുന്നത് ഇതിൻ്റെ ഒരു സിറ്റ് ഔട്ട് ഏരിയ ആണ്. സിറ്റ് ഔട്ട് നമുക്കൊരു പൂമുഖമായിട്ട് നമുക്ക് കാണാം. പൂമുഖത്ത് നമ്മൾ കയറുമ്പോൾ രണ്ട് സൈഡിലേക്ക് നീണ്ടു കിടക്കുന്ന വരാന്തകളാണ്. ഇതിൻ്റെ ചുറ്റും നമ്മൾ ഒരു തിണ്ണയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ കയറുന്നത് ഇതിൻ്റെ ലിവിങ് റൂമിലോട്ടാണ്. ലിവിങ് റൂമിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ഇതിൻ്റെ സീറ്റിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ നോക്കുന്നത് ഇതിൻ്റെ TV ഏരിയ ആണ് ഇവിടെ വരുന്നത്. നമ്മൾ ലിവിങ്ങിൽ നിന്ന് പിന്നെ കിടക്കുന്നത് ഇതിൻ്റെ ഡൈനിങ് സ്പേസിലോട്ടാണ്. ഡൈനിങ് സ്പേസ് എന്ന് പറയുന്നത് ഒരു 6 സീറ്റർ ഡൈനിങ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പുറകിലായിട്ട് നമുക്ക് ഇതിൻ്റെ ഗോവണിയും കാണാനായിട്ട് സാധിക്കും. ഡൈനിങ് സ്പേസിൽ നിന്ന് പിന്നെ പോകുന്നത് ഇതിൻ്റെ കിച്ചൺ ഏരിയയിലോട്ടാണ്. കിച്ചൺ നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടൊരു കിച്ചൺ തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് ഹുഡും ഹോബും അതുപോലെ സിങ്ക്, ഇവിടെ നമുക്ക് ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജും അതുപോലെ ഒരു ടോൾ യൂണിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പുറകിലോട്ട് വരുമ്പോൾ നമുക്കൊരു വർക്കിംഗ് കിച്ചൺ സെപ്പറേറ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു പുകയില്ലാത്ത അടുപ്പും അതുപോലെ ഒരു സിങ്കും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കിച്ചൻ്റെയും വർക്കിംഗ് കിച്ചൻ്റെയൊക്കെ ഡീറ്റെയിൽസ്. ലിവിങ്ങിൽ നിന്ന് നമ്മൾ പിന്നെ വലത്തോട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഒരു വരാന്ത സ്പേസ് ആണ്. ആ വരാന്ത സ്പേസിലൂടെ നമ്മൾ കടക്കുന്നത് ഇതിൻ്റെ സ്വിമ്മിംഗ് പൂൾ ഏരിയയിലോട്ടും അതുപോലെ ഇതിൻ്റെ 2 ബെഡ്റൂമിലോട്ടാണ്. വരാന്തയിലോട്ട് നമുക്ക് കയറാനായിട്ട് കാർ പോർച്ചിൽ നിന്നും ഒരു എൻട്രി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ പുറത്തോട്ട് കിടക്കുന്നത് ഇതിൻ്റെ സ്വിമ്മിംഗ് പൂൾ ഏരിയയിലോട്ടാണ്. അപ്പോൾ ഈ സ്വിമ്മിംഗ് പൂൾ ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് ഏകദേശം ഒരു 3 കെട്ടിൻ്റെ ഒരു പ്രതീതി വരുത്തുന്ന രീതിയിലാണ്. ഒരു സെമി 3 കെട്ട് നമുക്ക് പറയാം. ഇതിൻ്റെ 3 സൈഡും കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നെല്ലാം നമുക്ക് ഈ സ്വിമ്മിംഗ് പൂളിലോട്ട് നല്ല രീതിയിലുള്ള കാഴ്ച കിട്ടുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് പുറത്തു നിന്ന് നമുക്ക് അകത്തേക്ക് കടക്കാത്ത രീതിയിൽ ഇതിന് സേഫ്റ്റി രീതിയിൽ നമ്മളിവിടെ എല്ലാം വിൻഡോസാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ ഈ വരാന്ത നമുക്ക് ഓപ്പൺ ചെയ്യായിരുന്നു. ക്ലയൻറ്റിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ ഇത് ക്ലോസ് ചെയ്തിട്ടുള്ള രീതിയിൽ നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല നമ്മൾ ഈ വരാന്ത ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പ്രൈവറ്റ് ഏരിയ അല്ലെങ്കിൽ ബെഡ്റൂം ഏരിയയിലോട്ട് പോകാനാണ്. അപ്പോൾ ഇതിൻ്റെ കോമൺ ഏരിയയും അതുപോലെ പ്രൈവറ്റ് ഏരിയയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വരാന്തയാണ് ഈ കാണുന്നത്. അത് നമ്മൾ നേരെ വന്ന് ഇതിൻ്റെ 2 സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിലും ഒരു ബെഡ്റൂമുണ്ട്, ഇതിൻ്റെ പുറകിലും ഒരു ബെഡ്റൂമുണ്ട്. ബെഡ്റൂമിനെല്ലാം നല്ല രീതിയിൽ നമ്മൾ ഇതിന് ഒരു ഡ്രസ്സിങ് ഏരിയയും അതുപോലെ നല്ല വലുപ്പത്തിലുള്ള 2 ബാത്റൂംസും നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം അതുപോലെ ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമുമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ ഇതിൻ്റെ ഈ കോമൺ ഏരിയയും അതുപോലെ പ്രൈവറ്റ് ഏരിയയും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലാനാണിത്. ഇതിനൊരു 3 കെട്ടിൻ്റെ ഒരു പ്രതീതിയും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. ഇനി നമ്മൾ ഈ കോണി കയറി വന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ മേലെ കാണുന്നത് ഒരു അപ്പർ ലിവിംഗ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഒരു വരാന്ത തന്നെയാണ്. അപ്പോൾ ഈ വരാന്തയിലൂടെ നമ്മൾ പോകുമ്പോൾ ഇതിൻ്റെ വലത്തെ വശത്ത് മേലെ കാണുന്ന 2 ബെഡ്റൂംസ് താഴെയുള്ള ബെഡ്റൂംസിൻ്റെ അതേ സൈസിലും അതേ ഫെസിലിറ്റീസും ഉള്ള ബെഡ്റൂംസാണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ലിവിങ് റൂമിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ബെഡ്റൂം കൂടെ കാണാം. ഈ ബെഡ്റൂം ഈ താരതമ്യേന മറ്റ് ബെഡ്റൂംസിനേക്കാളും ഒരല്പം ചെറുതാണ്, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പർ ലിവിങ്ങിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ നല്ല വലുപ്പത്തിലുള്ള ഒരു ബാൽക്കണി സ്പേസ് നമുക്ക് കാണാം. അപ്പോൾ ഈ വീട് സ്ഥിതി ചെയ്യുന്ന ഒരു പറമ്പിലാണ്, ഒരു നാട്ടിൻപുറത്തുള്ള നല്ല രീതിയിൽ നമുക്ക് പ്രകൃതിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പറമ്പാണ് ഇതിൻ്റെ ചുറ്റും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വാഴത്തോട്ടം അതുപോലെ തെങ്ങും
അതുപോലെ മറ്റ് മരങ്ങളൊക്കെ ഉള്ള നല്ല രീതിയിലുള്ള ഒരു പറമ്പായതുകൊണ്ട് തന്നെ ആ ഒരു അന്തരീക്ഷം നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ബാൽക്കണി സ്പേസാണ്. ഇവിടെയൊക്കെ ഇരുന്ന് നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്പേസും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്ലാൻ ഡീറ്റെയിൽസ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡിസൈൻ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, ഇതൊരു അത്യാവശ്യം നാട്ടിൻപുറത്ത് വരുന്ന ഒരു വീടാണ്. ഇത് നല്ല രീതിയിൽ കേരള തനിമയോട് കൂടി ചെയ്തിട്ടുള്ള ഒരു ട്രഡീഷണൽ കേരള സ്റ്റൈൽ വീടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മളിതിൻ്റെ പടി കടന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വലുപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നത് നല്ല പണ്ട് കാലത്തുള്ള തറവാടിൻ്റെ ആ തറവാടിത്തം കാണിക്കുന്ന രീതിയിലുള്ള ഒരു എലിവേഷൻ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം, ഇതിൻ്റെ ആ വീതി ഫീൽ ചെയ്യുന്ന ആ വരാന്ത ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആ വരാന്ത ഇതിൻ്റെ എലിവേഷൻ്റെ ഭംഗി കൂട്ടാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ഓടുമേഞ്ഞിട്ടുള്ള മേൽക്കൂരയും അതുപോലെ അതിൻ്റെ നടുക്കിലുള്ള ഗേബിൾ ഡീറ്റെയിൽസ് എല്ലാം കാണുമ്പോൾ തന്നെ നല്ല ഒരു കേരള തനിമ അതിന് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെയുള്ള ഡിസൈൻ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുമ്പോൾ മണിച്ചിത്രത്താഴോട് കൂടിയിട്ടുള്ള മെയിൻ ഡോറും അതുപോലെ തിണ്ണ വരാന്ത, റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന് ഒരു വെട്ടുകല്ലിൻ്റെ ഒരു ഷോ വാളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നടുക്കിൽ ഇതിൻ്റെ കാർ പാർക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ലൊരു ഫീല് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കേരള തനിമ നല്ല രീതിയിൽ കൊടുത്തിട്ടുള്ള ഒരു എലിവേഷൻ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പുറകിലോട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ സ്വിമ്മിംഗ് പൂൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്വിമ്മിംഗ് പൂളിൻ്റെ 3 സൈഡിലും കവർ ചെയ്ത് നിൽക്കുന്ന ഭിത്തികളായതുകൊണ്ട് തന്നെ ഇതിന് ഒരു സെമി 3 കെട്ടിൻ്റെ ഒരു ഫീൽ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. എല്ലാ മുറികളിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാഴ്ച കിട്ടുന്ന ഒരു സ്വിമ്മിംഗ് പൂൾ നമുക്ക് പറയാം. ഇനി നമ്മളിതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ലിവിങ് റൂമിൽ നമുക്കൊരു TV സ്പേസും അതുപോലെ നല്ല രീതിയിൽ സീറ്റിങ്ങും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സീലിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലിവിങ് റൂമിലും അതുപോലെ ഒരു വരാന്ത സ്പേസിലൊക്കെ നമ്മൾ ഇതിൻ്റെ തട്ടിട്ടിട്ട് മരത്തടി കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സീലിംഗ് ചെയ്യാനായിട്ട് നോക്കുന്നത്. എല്ലാ ഫർണിച്ചറും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈട്ടിത്തടിയുടെ ഒരു ഫിനിഷാണ്. എല്ലാം ഈട്ടിത്തടി കൊണ്ട് ചെയ്തിട്ടുള്ളതല്ല, എന്നാലും ഈട്ടിത്തടി പരമാവധി യൂസ് ചെയ്യാനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പറ്റാത്ത സ്ഥലങ്ങളിൽ കോസ്റ്റ് കൂടുതലാവുന്നത് കൊണ്ട് തന്നെ ഈട്ടിത്തടിയുടെ ഒരു ഫിനിഷ് കൊണ്ടുവരാനാണ് നമ്മൾ ഇതിനകത്ത് ശ്രമിക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ഡൈനിങ് ഏരിയയിൽ നമ്മൾ ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഡൈനിങ് ടേബിൾ. ഡൈനിങ് ടേബിളിൻ്റെ പുറകിലായിട്ട് നമുക്ക് വരുന്നതിൻ്റെ ഗോവണിയാണ്. ഗോവണിയുടെ താഴെ അത്യാവശ്യം നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ട്രഡീഷണൽ ടച്ചോട് കൂടിയിട്ടുള്ള ഒരു വാഷ് ഏരിയയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഡൈനിങ് റൂമും അതുപോലെ മറ്റുള്ള ഏരിയാസ്, ഇപ്പോൾ കിച്ചൺ ആണെങ്കിലും ബെഡ്റൂംസ് ഒക്കെ ആണെങ്കിലും നമ്മൾ ഓടിൻ്റെ സീലിംഗ് ആണ് ചെയ്യുന്നത്. ടെറാക്കോട്ട ടൈലുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇതിൻ്റെ സീലിംഗ് ചെയ്യുന്നത്. ഇതിൻ്റെ കിച്ചൺ സൈഡിലോട്ട് വരുമ്പോൾ കിച്ചൺ നല്ല രീതിയിൽ മോഡേൺ അമ്യൂണിറ്റീസോട് കൂടിയിട്ടുള്ള ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് ഡബിൾ ഡോർ ഫ്രിഡ്ജ്, അതുപോലെ ഹുഡ് ഹോബ്, മൈക്രോവേവ്, മിക്സി, അതുപോലെ സിങ്കൊക്കെ മോഡേൺ അമ്യൂണിറ്റീസിൽ പെട്ടതാണ്. അതെല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ട്രഡീഷണൽ ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ്. ഇനി വർക്ക് ഏരിയയിലോട്ട് വരുമ്പോൾ, വർക്ക് ഏരിയയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു പുകയില്ലാത്ത അടുപ്പ്. അത് ഇങ്ങനത്തെ വീടുകളുടെ ഒരു പ്രത്യേകതയാണ്. ശരിക്കും പുകയില്ലാത്ത അടുപ്പല്ല, ശരിക്കുള്ള അടുപ്പും ചിമ്മണിയൊക്കെ കാണാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് പുകയില്ലാത്ത അടുപ്പാണ്. ഇവിടുന്ന് ഡൈനിങ് ഏരിയ അല്ലെങ്കിൽ ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ നീണ്ടു കിടക്കുന്ന ഒരു വരാന്ത നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കും. ആ വരാന്തയിലൂടെ പോകുന്നത് ബെഡ്റൂംസിലോട്ടാണ്. ബെഡ്റൂംസിലോട്ട് പോകുന്ന വഴി നമുക്ക് കാർ പാർക്കിൻ്റെ അവിടെ നിന്ന് വേറൊരു സെപ്പറേറ്റ് എൻട്രിയും കൂടെ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ കിടക്കുന്നതിൻ്റെ സ്വിമ്മിംഗ് പൂൾ ഏരിയയിലോട്ടാണ്. അപ്പോൾ അതാണ് ഈ ഒരു വരാന്ത സ്പേസ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ കിടക്കുന്നത് ഇതിൻ്റെ ബെഡ്റൂം ഏരിയയിലോട്ടാണ്. അപ്പോൾ ബെഡ്റൂം ഏരിയയ്ക്ക് നല്ല പ്രൈവസി കിട്ടുന്നുണ്ട്. എല്ലാ ബെഡ്റൂംസിനും ഓൾമോസ്റ്റ് ഈക്വൽ സ്പേസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള 5 ബെഡ്റൂംസാണ് ഇതിനകത്തുള്ളത്. എല്ലാതും ഈ ഈട്ടിത്തടിയുടെ ഫിനിഷിലുള്ള ഫർണിഷിങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു കേരള തനിമ നിലനിർത്തിക്കൊണ്ട്, ആ ട്രഡീഷണൽ ടച്ച് നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഫർണിഷിംഗ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു മിറർ സ്പേസും അതുപോലെ ഒരു വാക്ക് ഇൻ വാർഡ്രോബ് സ്പേസും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് നീങ്ങി നിൽക്കുന്ന ഒരു വാർഡ്രോബ് സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അവിടെ നിന്നാണ് നമ്മൾ ഇതിൻ്റെ ബാത്റൂമിലോട്ട് പോകുന്നത്. ബാത്റൂമും അത്യാവശ്യം നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടില്ല, എന്നാലും ഇതിനകത്ത് അങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ബെഡ്റൂംസും നോക്കുകയാണെങ്കിലും, ഇപ്പോൾ ഈ ബെഡ്റൂം നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഒരു മിറർ സ്പേസും അതുപോലെ ഒരു വാർഡ്രോബ് സ്പേസും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നവർ കാണാം. അതുപോലെ എല്ലാ ബെഡ്റൂംസിലും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കിങ് സൈസ് ബെഡുകൾ തന്നെയാണ്. അപ്പോൾ നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള റൂംസാണ്. അത്യാവശ്യം ഒരു 12-14 സ്പേസൊക്കെ കിട്ടുന്ന ഒരു ബെഡ്റൂംസാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്.
ഇനി നമ്മൾ ഇതിൻ്റെ അപ്പർ സ്പേസിലോട്ട് ഫസ്റ്റ് ഫ്ലോറിലോട്ട് നമുക്ക് പോകാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മരത്തിൻ്റെ ഗോവണിയാണ്. അപ്പോൾ ഇതൊരു ടെമ്പററി പ്രീ ഫാബ്രിക്കേറ്റഡ് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടുള്ള ഒരു കോണിയാണ്. പക്ഷേ ഇത് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഗോവണിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ ഒരു ട്രഡീഷണൽ ടച്ച് നല്ല രീതിയിൽ കൊടുത്തിട്ട് നമ്മൾ ഫിനിഷ് ചെയ്ത് എടുക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ കയറി വരുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഇതിൻ്റെ അപ്പർ ലിവിങ് സ്പേസാണ്. അപ്പോൾ ഈ അപ്പർ ലിവിങ് സ്പേസിലും നമ്മൾ നല്ല രീതിയിലുള്ള ഒരു സീറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ സീറ്റിംഗ് സ്പേസിൻ്റെ മുകളിലും നമ്മൾ ടെറാക്കോട്ട ടൈലിൻ്റെ ഒരു സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ടെറാക്കോട്ട ടൈൽ സീലിംഗ് എല്ലാം കൊടുക്കുമ്പോൾ ഈ വീടിനകത്തുള്ള ചൂട് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ വുഡൻ തട്ട് കൊടുത്തിട്ടുള്ള സീലിംഗ് ആണെങ്കിലും ചൂട് നന്നായിട്ട് കുറയ്ക്കും. അപ്പോൾ ഇതെല്ലാം ബാഡ് കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് നന്നായി കുറയ്ക്കും. അതുപോലെ ശബ്ദവും നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഈ കാണുന്നതിൻ്റെ വരാന്തയാണ്. താഴെയുള്ള വരാന്തയുടെ അതേ നീളത്തിലുള്ള ഒരു വരാന്ത സ്പേസാണ്. അവിടെ നിന്ന് നമ്മൾ കടക്കുന്നത് മുകളിലുള്ള ബെഡ്റൂംസിലോട്ടാണ്. അപ്പോൾ ആദ്യം കാണുന്നത് താഴെയുള്ള ബെഡ്റൂമിൻ്റെ മേലുള്ള ബെഡ്റൂമാണ്. അതേ സൈസും അതേ ഡിസൈൻ സ്റ്റൈലൊക്കെ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. നമ്മളൊരു മിറർ സ്പേസും അതുപോലെ ഒരു വാക്കിംഗ് വാർഡ്രോബ് സ്പേസും അതുപോലെ അവിടെ നിന്ന് കടക്കുന്ന ഒരു ബാത്റൂം സ്പേസും നമുക്ക് കാണാം. ഇതിനകത്തും കേരള തനിമോട് കൂടിയിട്ടുള്ള നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ സ്റ്റൈല് നമുക്ക് ഇതിനായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ 4ാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിലും സൗകര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്, സൈസൊക്കെ സെയിം തന്നെയാണ്. നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു റൂം തന്നെയാണ് ഇതും. ഇതിനകത്തും കിങ് സൈസ് ബെഡ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് സ്പേസും അതുപോലെ ഒരു വാക്ക് ഇൻ വാർഡ്രോബ് സ്പേസും നമുക്ക് കാണാം. അവിടെ നിന്ന് പിന്നെ ബാത്റൂം എൻട്രിയാണ് വരുന്നത്. ഈ ബെഡ്റൂംസ് എല്ലാം നമ്മൾ ഓൾമോസ്റ്റ് സെയിം സൈസ് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു ഡിസൈൻ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ റൂമിലും ഉപയോഗിച്ചിട്ടുള്ള ഫർണിഷിങ്, അതായത് ഇപ്പോൾ ഒരു ബെഡ് എടുക്കുകയാണെങ്കിൽ ബെഡിൻ്റെ ഡിസൈനിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ മിറർ സ്പേസും അതുപോലെ വാർഡ്രോബും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കിങ് സൈസ് ബെഡാണ് എല്ലാ റൂമിലും ചെയ്തിട്ടുള്ളത്. കിങ് സൈസ് ബെഡിൻ്റെ സൈഡ് ടേബിളിൻ്റെ ഡിസൈൻ പാറ്റേൺ മാച്ച് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഓരോ റൂമിലത്തെയും മിററിൻ്റെ ഡിസൈനും അതുപോലെ വാർഡ്രോബിൻ്റെ ഡിസൈനും മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ ഇതിൻ്റെ ബാൽക്കണി സ്പേസാണ്. പുറകിൽ അത്യാവശ്യം ആ പറമ്പൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഈവനിങ്സൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ്. ഇതിൻ്റെ ഈവനിങ് ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ ഈ വീടിൻ്റെ ആ ഒരു ഭംഗി നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. അതിൻ്റെ ആ ഒരു ഫീൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു പഴയ തറവാടിൻ്റെ ഫീല് ശരിക്കും എടുത്ത് കാണിക്കുന്ന നല്ല വീതിയോട് കൂടിയ നല്ല ഇടുപ്പുള്ള ഒരു കേരള സ്റ്റൈൽ ട്രഡീഷണൽ എലിവേഷൻ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ മറ്റൊരു കാര്യമുള്ളത്, ഞങ്ങൾ 3D ആർക്കിടെക്ചറൽ ആൻഡ് ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള 3D എലിവേഷൻസോ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനോ അല്ലെങ്കിൽ 3D പ്ലാൻ കട്ടൗട്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള 3D വാക്ക് ത്രൂസും എക്സ്പ്ലെയിനർ വീഡിയോസൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു തരാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഹാപ്പി ലിവിങ്.